വെൽക്കം ടു ജോബീസ് കിച്ചൺ. ഇന്ന് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കതിൻ്റെ ചേരുവകൾ നോക്കാം. ഞാനിവിടെ കുറച്ചൊരു 2 ഉരുളക്കിഴങ്ങും ഒരു 2 ചെറിയ ക്യാരറ്റ്, ഒരു കഷ്ണം കോളിഫ്ലവർ, പിന്നെ 2-3 ബീൻസ്, ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ബോയിൽ ചെയ്തിരിക്കുന്നത്. ബീൻസ് മാത്രം അല്പം കനം കുറച്ചരിഞ്ഞാണ് ബോയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് റൊട്ടിപ്പൊടി വേണം. ഞാൻ റസ്ക് പൊടിച്ചെടുത്തതാണ്. പിന്നെ മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, അല്പം മൈദ, പിന്നെ ഓയിൽ, വെള്ളം, ഉപ്പ്. ഇത്രയും ചേരുവകളാണ് നമ്മൾക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നത്. നമ്മൾക്ക് ആദ്യം ഈ സവാള ഇഞ്ചിയൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അതിപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇത് ഒരുപാട് പായസം പോലെ ആക്കരുത്. അല്പം തരുതരുവെന്നുള്ള കഷ്ണങ്ങൾ കിട്ടത്തക്ക വിധത്തിൽ ഉടച്ചെടുക്കുക. നമുക്കൊരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഇത് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ മൈദ ഒന്ന് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ അതിനേക്കാൾ ഇത്തിരി ലൂസായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആ പരുവത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ സവാളേനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഓയിലൊഴിച്ച് വഴറ്റി ഇതിപ്പോൾ ഒരു പകുതിയോളം വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സവാള അത്യാവശ്യം സോട്ടായി വന്നിട്ടുണ്ട്. നമ്മൾക്കിതിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് അല്പം മുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ ബോയിൽ ചെയ്ത് ഉടച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾക്ക് ഈ സമയത്ത് വലിയ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ച് നമ്മൾക്ക് അതിനേക്ക് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ചിലപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾക്ക്. ഇനി ഇതിപ്പോൾ ഒരല്പം ലൂസായിരിക്കും നമ്മളുടെ ഈ കൂട്ട്. ഇതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടി നമ്മൾക്കൊരല്പം റൊട്ടിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. റൊട്ടിപ്പൊടി പരമാവധി കടയിൽ നിന്ന് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. റസ്ക് മേടിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണൊന്നും ഉണ്ടാവില്ല. റൊട്ടിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് മണ്ണ് കടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ റൊട്ടിപ്പൊടി പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ മസാലയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ കൂട്ടിനെ ചെറിയ ബോൾസാക്കി മാറ്റാം. നമ്മൾക്കിത് ഇതിൻ്റെ ഷേപ്പ് ആക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിനെ നമുക്ക് ബോളുകളാക്കി മാറ്റി വയ്ക്കാം. ഇതേമാതിരി കയ്യിലെടുത്തിട്ട് നമ്മൾക്ക് ബോൾസാക്കാം. ഒരു കൈ കൊണ്ടോ 2 കൈ ഉപയോഗിച്ചോ ബോൾസാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾക്ക് ഇതേമാതിരി ആദ്യം തന്നെ ബോൾസാക്കി വയ്ക്കാം. ഇതിപ്പോൾ നമ്മളുടെ കൂട്ടെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ റൊട്ടിപ്പൊടി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി. അതേമാതിരി തന്നെ നമ്മുടെ മൈദക്കൂട്ട് ഒന്ന് തിക്നെസ് ഒന്ന് നോക്കണം. ദോശമാവിനേക്കാളും ഒരല്പം ലൂസിൽ എടുത്താൽ മതി. ഒരുപാട് തിക്കാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ഈ ബോൾസിനെ എല്ലാം ഈ മൈദയുടെ ഈ പേസ്റ്റിലേക്ക് മുക്കി നമ്മുടെ റൊട്ടിപ്പൊടിയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇതേമാതിരി പൊതിഞ്ഞെടുത്ത് നമ്മൾക്ക് കയ്യിലിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഒന്നല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ, ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു PVC പൈപ്പിൻ്റെ ഒരു കഷ്ണം ഒരു 1/2 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് അതിലിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് എക്സ്പെർട്ട് അല്ലെങ്കിൽ PVCയുടെ ഒരു കഷ്ണത്തിലിട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ PVCയുടെ കഷ്ണത്തിലാകുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി
അതേമാതിരി നീളമുള്ള ഈ എന്താ പറയുക നമ്മളുടെ പ്ലൈവുഡിൻ്റെ ഇത് ചെയ്യണ അതിൻ്റെ പീസ് കൊണ്ടും നമ്മൾക്ക് ഓവൽ ഷേപ്പ് റെഡിയാക്കി അതിൽ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണ തിള വന്നതിന് ശേഷം നമ്മൾക്ക് പകുതി ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മളുടെ കട്ട്ലറ്റിന് ഓരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുറം കരിയും, ഉള്ളിലേക്ക് വേവ് എത്തില്ല. ഇത് നമ്മൾക്ക് ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ പതുക്കെ മറിച്ചിടുക. അതേമാതിരി തന്നെ ഒരുപാട് കട്ട്ലേറ്റ് എണ്ണയിലേക്ക് ഇടരുത്, അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളുടെ കട്ട്ലറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഓരോന്നായിട്ട് എണ്ണ വാറ്റി പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റെയിനറിലേക്ക് നമ്മൾ ആദ്യം മാറ്റി പിന്നീട് പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾക്ക് സമയമൊക്കെ ഒന്ന് സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മളുടെ ബാലൻസ് ഉള്ള കട്ട്ലറ്റും കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിങ്ങനെ നമ്മുടെ പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയ ബോളിൽ ഒരല്പം ടൊമാറ്റോ സോസ് എടുത്തു. അതിന് ചുറ്റും നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റുകൾ പറക്കി വയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. 6 കട്ട്ലറ്റ് ആയിരുന്നു. ഒരു കട്ട്ലറ്റ് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്തായിരുന്നു. 5 ഉള്ളൂ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിടുക. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.